ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ബ്രെയിനിനെയൊക്കെ ഉപയോഗിക്കുന്ന, തലച്ചോറിനെയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ ക്ലാസ്സുകളും അതാണ് എങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ലാഘവത്തോടെ ഇരുന്ന് കേട്ടാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില ടോപ്പിക്സൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത ചില ടോപ്പിക്സും ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്സൊക്കെ ആ രീതിയിലുള്ളതാണ്. ലോകത്തിൽ നമ്മളെല്ലാ മതങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഫോളോ ചെയ്യാനും അനുസരിക്കാനും ഒക്കെ ആയിട്ട് പല രീതിയിലിരിക്കുന്ന വിസിബിളായിരിക്കുന്ന, കാണുവാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അവരുടെ ആരാധനയെ പ്രചോദിപ്പിക്കുവാനും അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാനും ചിന്തിക്കുവാനും ഒക്കെ ഉള്ള പല ഉപകരണങ്ങളും മീഡിയംസ് ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസികളായിരിക്കും നമ്മളും പലപ്പോഴും ആ രീതിയിലൊക്കെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ കൂടുതലായിട്ട് ഫിലോസഫിക്കലായിരിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദൈവവചനവും ആ രീതിയിലുള്ള അനേക വാക്യങ്ങളും അനേക കാര്യങ്ങളും ദൈവവചനത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് എക്സ്പ്ലോർ ചെയ്യാറില്ല, നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിക്കാറില്ല, ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തകൾക്കൊക്കെയും മുകളിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിച്ചാൽ പോലും മനസ്സിലാകാനോ ഒന്നും കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിലതൊക്കെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആരാധനയിൽ വരുന്ന മാറ്റം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം, നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അത് നിമിത്തമായിട്ട് കഴിയും. അതുകൊണ്ടാണ് ബൈബിള് ദൈവവചനം ആരംഭിക്കുമ്പോൾ തന്നെ ഇൻ ദ ബിഗിനിങ് എന്നുള്ള ആ സമയം എന്നുള്ള ഒരു കൺസെപ്റ്റോടുകൂടി അവിടെ ആരംഭിക്കുന്നത്. ഈ സമയം, ടൈം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. കാരണം നമ്മൾ സമയത്തിൻ്റെ അകത്താണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പല ദൃഷ്ടാന്തങ്ങളും പല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മ കാണുമെന്ന് കരുതുന്നു. സിൻസ് വി ആർ ഇൻസൈഡ് ദ ടൈം, നമ്മൾ ഈ ടൈമിൻ്റെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ടൈം എന്നുള്ളത് നമ്മളൊരു ടേക്കൺ എസ് ഗ്രാൻഡഡ് ആണ്, അല്ലെങ്കിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. സമയവും സ്പേസും നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മൾ പറയും നാളെ, മറ്റന്നാൾ, അടുത്ത ആഴ്ച, അടുത്ത വർഷം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സമയത്തെക്കുറിച്ചുള്ളൊരു വലിയൊരു ബോധ്യമോ ചിന്തയോ അതിനെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കാറില്ല. കാരണം നമ്മൾ സമയത്തോട് കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. വി ആർ ട്രാവലിംഗ് എലോങ് വിത്ത് ടൈം. നമ്മൾ അതിൻ്റെ അകത്തിങ്ങനെ സഞ്ചരിക്കുകയാണ്. സോ നമ്മുടെ ജനനം, നമ്മുടെ ജീവിതത്തിലെ പല ഇൻസിഡൻസുകൾ, പിന്നെ മരണം, ഇങ്ങനെയുള്ള ആ ഒരു ടൈം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ മൈൻഡിൽ നമുക്കറിയാം. നമ്മൾ ജനിച്ചു, നമ്മളിങ്ങനെ ഓരോ വർഷവും സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നു ബർത്ത്ഡേ. സന്തോഷപൂർവ്വം ആഘോഷിക്കേണ്ടതല്ല ബർത്ത്ഡേ, കാരണം നമ്മൾ മരണത്തോടടുക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അതൊക്കെ മറന്നിട്ടാണ് നമ്മൾ കേക്കും ഒക്കെ കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും അതൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ബർത്ത്ഡേ ആഘോഷം വിരോധാഭാസമാണ്. കാരണം അതിൽ ആഘോഷിക്കാനൊന്നുമില്ല. ഞാൻ വയസ്സാകുകയാണ്, എൻ്റെ സെല്ലൊക്കെ നശിക്കുകയാണ്, എൻ്റെ ചിന്താശക്തിയൊക്കെ കുറയുകയാണ്, എനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ള സമയമൊക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ ഭയങ്കര ആഘോഷമാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ അത് ആഘോഷിക്കുന്നത് ആ രീതിയിൽ ലോജിക്കലി ശരിയല്ല. ഓക്കെ, മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഈ സമയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, സൂചനകൾ വേദപുസ്തകത്തിൽ ചിലതല്ല, ഒത്തിരി സൂചനകൾ ഉണ്ട്. എന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഈ സമയത്തിൻ്റെ അകത്തിരിക്കുന്നതുകൊണ്ട് സമയത്തിന് വെളിയിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മളെ കൊണ്ടൊക്കത്തില്ല. നമുക്ക് നീളം, വീതി, അകലം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ മെഷറബിൾ ആൻഡ് ടാൻജിബിൾ. നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ സമയം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ നോവലിസ്റ്റുകളും എഴുത്തുകാരും ചിന്തകരും ഒക്കെ പലപ്പോഴും ടൈമിനെ വെച്ച് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ടൈം മെഷീനെ കുറിച്ച്, പുറകിലോട്ട് നമ്മൾ പോയാൽ എങ്ങനെ ഇരിക്കും, മുമ്പോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള പല പുസ്തകങ്ങളൊക്കെ പലപ്പോഴും പലരും വായിച്ചിട്ടുണ്ടാവും. എന്നാൽ വേദപുസ്തകം ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻ ആൻഡ് എർത്ത്. ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്ന ഒരു സമയത്തെക്കുറിച്ചുള്ളൊരു മെൻഷനാണ് അവിടെ കാണുന്നത്. ഒരു പ്രതിപാദ്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. പക്ഷേ അത് എന്താണെന്നൊന്നും വിശദമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല തിയോളജിയൻസും പല അർത്ഥത്തിലും പല രീതിയിലും ഒക്കെ അതിനെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കത് ചിന്തിക്കുവാനും നമുക്ക് കഴിയും. ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കൊരു വ്യക്തമായ ഒരു ഉത്തരം നൽകാനോ, അല്ലെങ്കിൽ പ്ലസ് മൈനസ് എന്ന് പറയാനോ, അല്ലെങ്കിൽ യെസ് ഓർ നോ പറയാനോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയാനോ ഉള്ളതല്ല. ഇത് നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യെസ് ഓർ നോ ആൻസേഴ്സ് ഇല്ല. പലതിനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻസേഴ്സ് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും കിട്ടത്തില്ല. അവിടെയൊക്കെ നമ്മൾ ഡോഗ്മാറ്റിക് ആയിരിക്കുന്ന ഒരു പൊസിഷൻ എടുക്കാതെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ച എടുക്കുകയും
പല വിരുദ്ധ അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കുന്നവരെ സ്നേഹിക്കുകയും കരുതുകയും ഒന്നിച്ചു പോവുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും മച്യൂരിറ്റിയുടെയും പക്വതയുടെയൊക്കെ ഭാഗം. വെളിപ്പെടുത്തിയിരിക്കുന്ന ക്ലിയറായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ ഉപദേശ സത്യങ്ങൾ നമ്മൾ എത്രമാത്രം സ്ട്രോങ് ആയിരിക്കുന്നുവോ അത്രത്തോളം മറ്റേതിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടും ഇരിക്കണം. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനൊരു ഹാർഡ് പൊസിഷൻ എടുക്കുമ്പോൾ അത് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹാർഡായിരിക്കുന്ന പൊസിഷൻസ് എടുത്തേ പറ്റത്തുള്ളൂ. അത് ഏത് അവസ്ഥയിലും എവിടെ വെച്ചും നമ്മൾ സ്റ്റേൺ ആയിട്ട് പറയുകയും ചെയ്യണം. ബ്ലാക്ക് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈസ് വൈറ്റ്. അവിടെയാണ് നമ്മുടെ കഴിവും നമ്മുടെ അറിവും നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ നിൽക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അലവൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു കേപ്പബിലിറ്റി നമുക്ക് ദൈവവചനത്തിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായിരിക്കുന്ന പിടിവാശിയും ചില കാര്യങ്ങൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതിന് കാരണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനിടയിൽ ഞാൻ പറയുകയാണ്. സോ ദ നോഷൻ ഓഫ് ടൈം, അല്ലെങ്കിൽ സമയത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ബൈബിളിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തെ ഈ സമയമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വായിക്കുന്നത്. അനാദിയായുള്ളവൻ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ സമയത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ചിന്ത അവിടെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. ഇത് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ദൈവത്തെ നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെയൊക്കെയും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവം, ഒംനീഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവം, എല്ലാ സമയത്തുമുള്ള ദൈവം, ഇന്നലെയും ഇന്നും എന്നും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴെല്ലാം ആ സമയം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്, അറിഞ്ഞും അറിയാതെ. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമാക്കിയ കാര്യം ഒന്നുകൂടെ ഞാനത് പറയുന്നത്. 2 കൺസെപ്റ്റ്സാണ് ഉള്ളത്, പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ദൈവം നമ്മുടെ സമയത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്തിൻ്റെ അകത്തുള്ളതാണ്. ദൈവത്തിന് ആദിയില്ല എന്ന് പറയുമ്പോൾ ഇതിന് ഏറ്റവും സമയത്തിൻ്റെ ആരംഭത്തിൽ ദൈവം ഉണ്ടായിരുന്നു, സമയത്തിൻ്റെ അന്ത്യം വരെയും ദൈവം ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ സമയത്തിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യം എന്ന് പറയുമ്പോൾ, ആദിയിൽ എന്ന് പറയുമ്പോൾ സമയത്തിൻ്റെ ആദിയിൽ നമുക്ക് ചിന്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ സമയം എന്താണെന്ന് പറഞ്ഞാൽ, ടൈം എന്ന് പറയുന്നത് ഇച്ചിരി ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞത്, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോഴോ ഒരു നോവൽ വായിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ഫിലിമിൻ്റെ ചില ഭാഗങ്ങൾ കാണുമ്പോഴോ ഒക്കെ വി ആർ എൻട്രിങ് ഇൻ ടു ദ ടൈം ഫ്രെയിം ഓഫ് ദാറ്റ് ഫിലിം ഓർ ദ നോവൽ. ഒരു പുസ്തകത്തിൻ്റെ ടൈം ഫ്രെയിമിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. വി ആർ എക്സ്റ്റേണൽ, നമ്മൾ വെളിയിൽ നിൽക്കുകയാണ്, പക്ഷേ നമ്മൾ ആ സമയത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമ്മൾ കൂടെ സഞ്ചരിക്കുകയാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുക. നമുക്ക് തന്നെ ബൈബിളിൽ നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അവിടെ നമ്മൾ ആ രാജാവിൻ്റെ കൂടെ, നമ്മുടെ രാജാക്കന്മാരുടെ കൂടെ സഞ്ചരിക്കുക. വളരെ രസകരമാണല്ലോ. ഇസ്രായേലിനെ കുറിച്ച് പറയും, യഹൂദയെക്കുറിച്ച് പറയും, ഇസ്രായേലിനെ കുറിച്ച് പറയും, യഹൂദയെക്കുറിച്ച് പറയും. ഇതിങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു സ്പാൻ ഓഫ് പീരീഡ്, അല്ലെങ്കിൽ സർട്ടൺ പീരീഡിൻ്റെ അകത്തേക്ക് നമ്മൾ അകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കയറുന്നതാണ്. എന്നാൽ ഞാൻ അതിന് വെളിയിലാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ കൺസെപ്റ്റാണ് ദൈവത്തെക്കുറിച്ചുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഓംനി ടെമ്പറൽ എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് എന്ന് പറയുന്നത്, ഓംനി ടെമ്പറൽ എന്ന് പറയുന്നത് ദൈവം സമയത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവനാണ്. ആദി എന്ന് പറയുമ്പോൾ സമയത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം മുതൽ, അല്ലെങ്കിൽ ആരംഭമില്ല, അല്ലെങ്കിൽ ഉണ്ടാകുന്ന സമയം, പിന്നെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് വളരെ ഈസിയാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവത്തിന് മുൻപോട്ടും പോകാൻ പറ്റും, പുറകോട്ടും പോകാൻ പറ്റും. എവിടെയാണ്? ഈ സമയത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് ദൈവത്തിന് മുൻപോട്ടും പോകാം, പുറകോട്ടും പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് എൻ്റെ ഭാവി കർത്താവിന് അറിയാവുന്നത്, എൻ്റെ കഴിഞ്ഞ നാളുകളുടെ ജീവിതവും കർത്താവിന് അറിയാവുന്നതെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മൾ ഈ കൺസെപ്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കൺസെപ്റ്റ് പ്രധാനമായിട്ട് പറയാനായിട്ട് കാരണം. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഇതിനോട് ഈ ധ്വനി വരുന്നതായിരിക്കുന്ന വാക്യങ്ങളുണ്ട്. പക്ഷേ ബൈബിൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വ്യക്തമായിട്ട് സ്പെസിഫിക്കായിട്ട്, അല്ലെങ്കിൽ വളരെ കണിശമായിട്ടുള്ള ചില നിലപാടുകൾ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ബിക്കോസ് വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളെക്കൊണ്ട് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ആ ലെവലിൽ പോയി നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ ബ്രെയിൻ്റെ കൺസ്ട്രക്ഷൻ അത്രയും ആയിട്ടില്ലായിരിക്കും, അത്രയും ഇല്ല. ഓക്കെ, സോ അത് ഞാൻ പറഞ്ഞത് 90-ാം സങ്കീർത്തനം 2-ാം വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്. O Lord, thou hast been our dwelling place for all generations. Before the mountains were brought forth, and ever thou hast formed the earth and the world. ഇവിടെ ഭൂമിയോടും സ്വർഗത്തോടും, അല്ലെങ്കിൽ ആകാശങ്ങളോടും ഒക്കെ ചേർത്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഓംനി ടെമ്പറൽ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത്
ദൈവത്തിൻ്റെ എറ്റേണൽ ആയിരിക്കുന്ന എക്സിസ്റ്റൻസ് ആണ്. ഇതാണ് കൂടുതലും തിയോളജിയൻസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനും കൂടുതൽ നമുക്കത് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. എക്സ്റ്റേണൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ബിഗിനിങ്ങും എൻഡെന്ന് പറയുന്നതൊക്കെയും ഈ സമയമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, ഈ സമയത്തിൻ്റെയും പുറത്താണ് ദൈവം എന്നുള്ളതാണ്. ഹീസ് ഔട്ട് ഓഫ് ദിസ് ടൈം, നമ്മുടെ സമയത്തിൻ്റെയും മുൻപിലാണ്. അപ്പോൾ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ സൃഷ്ടിയിൽ, ഇത് വളരെ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പറയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം സമയത്തെയും കൂടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഗോഡ് ക്രിയേറ്റഡ് ദ ടൈം ഓൾസോ. അപ്പോൾ ദൈവം സമയത്തെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ നമ്മളായിരിക്കുന്ന സമയം, അപ്പോൾ പല സമയങ്ങളും ഉണ്ടാകാനായിട്ട് കഴിയും, പക്ഷെ നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തെ, ഈ ടൈമിനെ ഉണ്ടാക്കിയത് ദൈവമാണ്. അപ്പോൾ അവിടെ ഇൻ ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഭൂമിയെയും ആകാശത്തെയും നക്ഷത്രങ്ങളെയും അല്ലെങ്കിൽ സകലത്തെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അപ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ ദൈവം സമയത്തെയും സൃഷ്ടിച്ചു. ഈ സമയത്തിൻ്റെ അകത്തേക്കാണ് ഇതെല്ലാം കടന്നു വരുന്നത്. ഈ സമയത്തിൽ അതിൻ്റെ പുറത്താണ് ദൈവം. സോ ഗോഡ് ഈസ് എവേ ഫ്രം ദിസ് ടൈം. ഈ സമയത്തിന് പുറത്തുള്ള ഒരാളായിട്ടാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയും. നമുക്കത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്, ഒന്നുകൂടെ നമുക്ക് കാണാനായിട്ട് ഇന്ന് ശ്രമിക്കാം. അപ്പോൾ ഇതിന് ഈ രണ്ട് വ്യൂവിനും നമുക്കൊരു കണിശമായിരിക്കുന്നൊരു മറുപടി ഒന്നും പറയാൻ പറ്റുകയില്ല. എന്നാലും നമുക്ക് ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചില ഐഡിയാസ് നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഞാനിതെടുക്കാനായിട്ട് കാരണം. ഈ ചിന്താഗതികൾ അല്ലെങ്കിൽ ഈ ഫിലോസഫി എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും ഉടലെടുത്തതല്ല. ഇത് പണ്ട് തൊട്ടേ ഉള്ള പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന അഗസ്റ്റിൻ തൊട്ട് ഈ സമയത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഈ പ്രതിഭാസം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഈ രീതിയിലുള്ള കൺസെപ്റ്റൊക്കെ അന്ന് തൊട്ട് പറയാൻ തുടങ്ങിയതാണെന്നുള്ളത് ആലോചിക്കണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അദ്ദേഹമൊക്കെ വിശ്വസിച്ചിരുന്നത് ഈ ദൈവം സമയത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വിശ്വസിച്ചിരുന്നത്. സമയത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ അകത്ത് ഇൻ ദ ബിഗിനിങ്ങും ഇൻ ദ എൻഡും ഒക്കെ ഉണ്ട്, അതിൻ്റെ മുമ്പിൽ ദൈവമുണ്ട് എന്നുള്ളതാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ. എന്നാൽ നമ്മുടെ നമുക്ക് ഓരോരുത്തർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ടൈം ഫ്രെയിമിൻ്റെ അകത്തിരുന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ വി ആർ ബൗണ്ട് ബൈ ടു തിങ്സ്. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ടാണ്, ശ്രദ്ധിച്ചിരിക്കണം. കഴിഞ്ഞ ആഴ്ച എടുത്തതായതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ പോകുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദ സ്പേസ് ആൻഡ് ടൈം. നമുക്കറിയാമല്ലോ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സ്പേസ് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഞാൻ എടുക്കുന്നതായിരിക്കുന്ന ഈ സമയവും. അപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നത്, ഞാൻ എടുക്കുന്ന ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ സമയമായിട്ട് ബന്ധിച്ചിരിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് സമയമായിട്ട് ബന്ധിച്ചിരിക്കുന്നത്? കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ സ്പേസിലല്ല ഞാനിരിക്കുന്നത്, ഞാൻ വേറൊരു സ്ഥലത്തായിരിക്കുന്നത്. അപ്പോൾ സ്പേസ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ടൈം, അല്ലെങ്കിൽ ടൈം ഈസ് ഓൾസോ ഡിപ്പെൻഡൻ്റ് ഓൺ സ്പേസ് എന്ന് വരും. അപ്പോൾ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ സ്ഥലം ഏത് സമയത്തെന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കുന്നത്. അപ്പോൾ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്പേസിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരാൾ പറഞ്ഞത്, യേശുക്രിസ്തു എങ്ങനെയാണ് ഈ ഇടയ്ക്കൊന്ന് ലൈറ്ററൽ മീനിലേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ, കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കേണ്ട. യേശുക്രിസ്തു എങ്ങനെയാണ് ശിഷ്യന്മാരുടെ മധ്യേ പ്രത്യക്ഷനായത് ഉയർത്തെഴുന്നേറ്റ ശേഷം? വാതിലടച്ചിരിക്കുക അവർക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് എങ്ങനെയായിരിക്കും? ഒരു പക്ഷേ യേശുക്രിസ്തു വാതിലടച്ചിരിക്കുക, അവരെല്ലാം റൂമെല്ലാം അടച്ചിരിക്കുക, പക്ഷേ അവരുടെ നടുവിലേക്ക് യേശുക്രിസ്തു കടന്നു വരിക. ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ചുമരിനെ എല്ലാം ക്രോസ് ചെയ്ത് യേശുവിന് വരാൻ പറ്റണം, അല്ലേ? അങ്ങനല്ലേ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. മതിൽ നല്ല ഹാർഡായിരിക്കുന്ന മതിലിനെയൊക്കെ ക്രോസ് ചെയ്ത് കർത്താവിൻ്റെ ശരീരത്തിന് വരാനായിട്ട് കഴിഞ്ഞിരുന്നു. ഇത് ഒരു വ്യൂ. ഓക്കെ. അനദർ വ്യൂ ഈസ് സമയത്തിൻ്റെയും സ്പേസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈ വാതിൽ പത്രോസോ യോഹന്നാനോ ആയിരിക്കുമല്ലോ അടച്ചത്. അവസാനം അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിനകത്ത് കയറാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഹി ക്യാൻ ഗോ മുൻപോട്ട് പോയിട്ട് അല്ലെങ്കിൽ പുറകിലോട്ട് പോയിട്ട് ഈ വാതിൽ അവർ അടയ്ക്കുന്നതിന് മുമ്പേ അകത്ത് കയറിയിട്ട് പിന്നെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാതിൽ അടച്ചതിന് ശേഷമുള്ള സമയത്തേക്ക് കർത്താവിന് വരാൻ പറ്റും. ഇല്ല, ഇങ്ങനെ ഒരു പോസിബിലിറ്റി കൂടിയില്ലേ? സോ ടൈമിൽ മുൻപോട്ടും പുറകിലോട്ടും കർത്താവിന് സഞ്ചരിക്കാൻ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് കർത്താവിന് അത് ചെയ്തു തീർത്തിട്ട് പിന്നെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മുൻപോട്ട് വന്ന് അവിടെ ഇരിക്കാനായിട്ട് ഈ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് ഞാൻ പറയുകയാണ്. ഓക്കെ. നമ്മളത് പലപ്പോഴും മറന്നു പോകും. ദ സ്പേസ് ആൻഡ് ടൈം. അപ്പോൾ അതിനിച്ചിരി മുമ്പ് ഡോർ തുറന്നിരിക്കുകയായിരുന്നു, പിന്നെയാണ് ഡോർ അടഞ്ഞത്. സോ ഡോർ തുറന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കയറാം, പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഡോർ അടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് വി നെവർ തിങ്ക് അബൌട്ട് ദിസ് തിങ്. ഇത് ഈ പോസിബിലിറ്റി നമ്മുടെ ലൈഫിൽ ഇല്ല. നമുക്ക് പറ്റാത്തൊരു സാഹചര്യമുണ്ട്, ഈ പോസിബിലിറ്റി നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ
ഈ എത്തീസ്റ്റുകളോടൊക്കെ നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോഴൊക്കെയും പലപ്പോഴും നമുക്ക് പല രീതികളിലാണല്ലോ നമ്മൾ എത്തീസ്റ്റുകൾ നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത്. പക്ഷേ ചില എത്തീസ്റ്റുകൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലം ദൈവത്തിൻ്റെ ഈ സമയത്തെക്കുറിച്ചുള്ളതും ദൈവത്തെയുമായിട്ട് ബന്ധപ്പെടുത്താനുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ഓക്കെ, ഇത് പലപ്പോഴും അവരുടെ ചിന്തയിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഈ ആർഗ്യുമെൻറ്റിലോ എന്താ പറയുന്നത് കോൺവെർസേഷനിൽ അവരിത് കൊണ്ടുവരണമെന്നുമില്ല. അവർ എത്തീസ്റ്റ് ആയിരിക്കുന്നതിന് ഒരു കാരണം, പല കാര്യങ്ങളും അവർ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യും പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു കാരണം അവർക്ക് ഈ ദൈവത്തിൻ്റെ ഈ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, ദൈവം സമയത്തിന് വെളിയിലാണെങ്കിൽ, ഇനിയിപ്പം ഇന്നത്തെ ക്ലാസ്സിൻ്റെയാണ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റിപ്പറ്റീഷൻ അല്ല, ദൈവം സമയത്തിന് വെളിയിലാണെന്ന് വിചാരിച്ചുകൊള്ളൂ. എങ്ങനെയാണ് അപ്പോൾ ദൈവത്തിന് ഈ സമയത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നത്? പ്രിയുഡിയോ? അപ്പോൾ സമയത്തിന് വെളിയിലിരിക്കുന്ന ദൈവത്തിന് എങ്ങനെ നമ്മുടെ സമയത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും? അല്ല, ദൈവം ഈ സമയത്തിൻ്റെ അകത്താണെങ്കിൽ പിന്നെ ദൈവത്തിന് എങ്ങനെയാണ് ഒംനീഷ്യൻ്റ് എന്ന് പറയുന്നത്, ദൈവത്തിനെല്ലാം അറിയാമെന്ന് പറയുന്ന ആളാണ്. ഹീ ഈസ് ബൗണ്ട് ബൈ അവർ ടൈം സിസ്റ്റം. നമ്മുടെ സമയത്തിനകത്താണ് ദൈവമെങ്കിൽ ഈ നമ്മുടെ സമയബന്ധിതമായിരിക്കുന്ന കാര്യങ്ങളിലാണ് കർത്താവുമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ പറ്റുന്നത്, പുറകോട്ട് പോകാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള ഫിലോസഫിക്കലായിരിക്കുന്ന വെരി ഹാർഡ് ക്വസ്റ്റ്യൻസ് എത്തീസ്റ്റുകൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം അതൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് നമുക്കിതിനെക്കുറിച്ച് വലിയ കൺസേണോ നമുക്കൊരു ബുദ്ധിമുട്ടോ നമുക്കുണ്ടാകാറില്ല. പക്ഷേ കൂടുതൽ ദൈവജനം പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ ക്വയറ്റ് ടൈമിലുകളിലൊക്കെ ഒന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൂടെ വരുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഫിലോസഫിക്കലായിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വണ്ടർഫുൾ. നമ്മുടെ ബുദ്ധിയൊക്കെ നമ്മളൊന്ന് വലുതാക്കി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന കാര്യങ്ങൾ ദിസ് വിൽ ഹെൽപ്പ് ഇൻ അവർ ഡിബേറ്റ്സ്. നമ്മുടെ ആർഗ്യുമെൻറ്റിലൊക്കെ നമുക്ക് കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് വരും. ഓക്കെ, പിന്നെ ഇത് അതുകൊണ്ട് അപ്പോളജറ്റിക്സുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കുകയും ഇടപെടുകയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ അപ്പോളജറ്റിക്സ് എന്നുള്ള ശാഖ നമ്മൾ മനസ്സിലായല്ലോ. ന്യായവാദ ശാസ്ത്രം എന്താണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ സഭയിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമ്മൾ പല ക്ലാസ്സുകളും ഒക്കെ എടുത്തിട്ടുള്ളത് കൊണ്ടും ജെയിംസുകളൊക്കെ ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടൊക്കെ ക്ലാസ്സുകൾ എടുക്കുകയും കൈകാര്യം പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാം. സോ നമ്മുടെ ന്യായം എങ്ങനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള കൺസെപ്റ്റ് നമുക്കുണ്ടെങ്കിൽ ഈ തർക്കിക്കാൻ വരുന്നവരുടെ മുമ്പിൽ നമുക്ക് തോറ്റുപോകാതിരിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയുവാനായിട്ട് സൗമ്യതയിൽ നമുക്ക് കഴിയും. ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവും ആക്കി കഴിയുമ്പോഴത്തേന് ഇറ്റ് ട്രാൻസ്ഫോംസ് അവർ ക്യാരക്ടർ ഓൾസോ. ഇത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലേ? ദൈവത്തെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേന് ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ദൈവം എത്രയോ വലിയവനാണെന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമ്മളത് ആരാധന വേളകളിൽ പറയും. അത് മാത്രമല്ല, എപ്പോഴും നമുക്ക് ഓരോ ഇൻസ്റ്റൻറ്റിലും ഓരോ കാര്യങ്ങളെ നമ്മൾ സമീപിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴൊക്കെയും വൈ ഷുഡ് ഐ വറി, എന്തിന് ഞാൻ വറി ചെയ്യണം? കാരണം ഇതെല്ലാം അറിയാവുന്ന ഇതിൻ്റെ എല്ലാം മുകളിലുള്ള ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് കേട്ടോ, അത് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ. ഇനി രണ്ടാമത്തെ കാര്യം ആണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച ഡിസ്കഷൻ വന്നൊരു കാര്യം, അത് നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് വിട്ടൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ദിസ് ഇഷ്യൂ മസ്റ്റ് ബി ഡിസ്കസ്ഡ്. ഇതെന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണമെന്നുള്ളതിന് ബിക്കോസ് ഇറ്റ് ഈസ് ഡോക്ട്രിനൽ ആൾസോ, ഉപദേശപരമായിട്ടുമുള്ളൊരു കാര്യമാണ്. എന്താണ് ഉപദേശപരം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉദാഹരണം പറഞ്ഞായിരുന്നു. ഒന്ന്, നമുക്കെല്ലാവർക്കുള്ളൊരു ഒന്നുകിൽ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ഇല്ലാത്തൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അതെന്താണ്, മരണശേഷം എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദ ഡെത്ത്. നമ്മുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, സംസ്കാര ശുശ്രൂഷകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ വേറെ ഒരു ആർഗ്യുമെൻറ്റ്സും കൊണ്ടുവരേണ്ട, നമ്മുടെ ശുശ്രൂഷകളെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൊക്കെ പല രീതിയിൽ പറയുന്നത് കേൾക്കാം. ഇത് ആർക്കും അത് ശ്രദ്ധിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ചിലർ പറയും നിദ്ര പ്രാപിക്കുക എന്ന് പറയും, ചിലർ പറയും കർത്താവിനോട് കൂടെയാണെന്ന് പറയും, ചിലർ പറയും അവിടെ സന്തോഷത്തിലാണെന്ന് പറയും അല്ലേ. നമ്മൾ ഈ ദുഃഖമൊക്കെ മാറി, ഈ അസുഖമൊക്കെ മാറി ഇപ്പോൾ അവിടെ വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ. കുറച്ചുകൂടെ എക്സ്ട്രീം പോയി കഴിഞ്ഞാൽ ചിലർ പറയും അവിടെ ഇരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയും. കണ്ടില്ലേ, എൻ്റെ മമ്മി പറഞ്ഞില്ലേ, ഇപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മമ്മി പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് മമ്മി ഇപ്പോൾ അവിടെ നിന്ന് കാണുമോ അല്ലേ? നമ്മുടെ അമ്മച്ചിമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ അവിടെ നിന്ന് കാണുകയാണോ? അല്ലെങ്കിൽ നമ്മളിവിടെ ചിലർ പറയും ഫോർത്ത് ബർത്ത്ഡേ ഇൻ ഹെവൻ എന്നും പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട്. ഫോർത്ത് ബർത്ത്ഡേ ഇൻ ഹെവൻ. വാട്ട്സ് എ മീനിങ്? നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ് ഇതൊക്കെ. ഫോർത്ത് ബർത്ത്ഡേ ഇൻ ഹെവൻ
നമ്മൾ മരിച്ചുപോയ അപ്പച്ചൻ അവിടെ ഇരുന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അവിടെ ഇരുന്ന് കണ്ട് സന്തോഷിക്കാനായിട്ട് നോക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള പല ആശയക്കുഴപ്പങ്ങളും നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷകളിലുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വാക്യങ്ങൾ ഓർമ്മ വരും. ഞാനതൊക്കെ ഒന്ന് പറയാം, അപ്പോൾ അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യത്തിനും യെസ് ഓർ നോ ആൻസർ ഇല്ല. അത് ആദ്യമേ മനസ്സിലാക്കണം. ഒന്നിലും യെസ് ഓർ നോ ആൻസർ അല്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുകയും അതിൽ ഏറ്റവും നല്ലത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ലത് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വായിക്കുന്ന വാക്യങ്ങളിൽ ഒന്ന് നമ്മൾ നിദ്ര പ്രാപിച്ചു എന്നുള്ളതാണ്. സ്ലീപ്പിംഗ് അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ ആൾ നിദ്ര പ്രാപിക്കുക എന്നാണ് നമ്മളെല്ലാം എഴുതുന്നത്. നിദ്ര പ്രാപിച്ച വിവരം വ്യവസാന സമേതം അറിയിച്ചു കൊള്ളുന്നു എന്ന് എഴുതാറില്ലേ? നിദ്ര പ്രാപിച്ചു, കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എന്താണ് കർത്താവിൽ, എന്താണ് നിദ്ര പ്രാപിച്ചത് എന്നൊക്കെ ഉള്ളതൊക്കെ അത് രണ്ട് പോയിന്റ് എടുത്തിട്ട് പ്രസംഗിക്കാനുള്ള ഒരു വിഷയമാണ്. കർത്താവിൽ എന്നുള്ളത് എന്താണ്, നിദ്ര പ്രാപിച്ചെന്നുള്ളത് എന്താണെന്ന്. പക്ഷേ ആരും ഇത് അഡ്രസ്സ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല അധികമായിട്ട്. നിദ്ര പ്രാപിച്ചു എന്നുള്ളത് നമുക്ക് സ്തെഫാനോസുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാനായിട്ട് കഴിയും. 7:60 അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. നിദ്ര പ്രാപിച്ചു. ഓക്കെ, അവിടെ അവന് നിദ്ര പ്രാപിക്കുക. പിന്നെ 1 കൊരിന്ത്യർ 15:51 എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. നമുക്കറിയാവുന്ന വാക്യമാണ്. എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. 1 കൊരിന്ത്യർ 15:51, 1 കൊരിന്ത്യൻസ് 15:51. പിന്നെ 1 തെസ്സലോനിക്കർ 4:14 കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെന്ന് കാണാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്കർ 4:14 യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. നിദ്ര കൊണ്ടവരെയും എന്ന് കാണുന്നത്. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഉറക്കം അല്ലെങ്കിൽ നിദ്രയാണ് മരണശേഷം സംഭവിക്കുന്നത്. ഇത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾ അതിനെ ഒന്നും ഡിനൈ ചെയ്യാൻ നമുക്ക് ഒക്കത്തില്ല. പക്ഷേ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പമാണ്. എന്താ നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, നിദ്ര പ്രാപിക്കുന്ന സമയത്തുള്ള മെയിൻ ഓക്കുപ്പേഷൻ എന്താണ്? ഉറക്കത്തിലുള്ള പ്രധാന ജോലി എന്താണ്? ഉറക്കമാണ് ഉറക്കത്തിലുള്ള പ്രധാന ജോലി. വേറെ ഒരു ജോലിയും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല ഉറക്കത്തിൽ. നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, നിദ്രയിൽ നമ്മൾ ചെയ്യുന്നത് വേറെ ഒരു ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സന്തോഷമില്ല, സന്താപമില്ല, ദുഃഖമില്ല, കരച്ചിലില്ല, ചിന്തയില്ല, പ്ലാനിങ് ഇല്ല, ഒന്നുമില്ല നമുക്ക്, അല്ലേ? ഉറക്കത്തിലുണ്ടോ? സ്വപ്നമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് ദാറ്റ് ഈസ് ഓൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു എന്താ പറയുന്നത്, അത് അങ്കിളിന് ബയോളജിക്കലായിട്ടൊക്കെ പറയാനായിട്ട് കഴിയും ഒത്തിരി. ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റ്സും ചില അലൈൻമെൻറ്റ്സ് ഒക്കെ ഒന്ന് ശരിയാക്കുന്നതാണ് ഈ ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നം. കാരണം നമ്മൾ കണ്ട ഫാക്റ്റുകളൊക്കെയാണ് സ്വപ്നത്തിൽ വരുന്നത്. പക്ഷെ അതല്ല, നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും നല്ല നിദ്രയിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ ഉറങ്ങാണ്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ കുറച്ചുകൂടി പിന്നെ വരാം. അപ്പോൾ ആ നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മീനിങ് ആക്കുന്നത്, അർത്ഥമാക്കുന്നത് എന്താണ്? അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെ ഇരിക്കുക. ദർ ഈസ് നത്തിങ് എൽസ്. സന്തോഷമില്ല, സന്താപവുമില്ല, ദുഃഖമില്ല, കരച്ചിലില്ല, അട്ടഹാസമില്ല, ആഘോഷങ്ങളില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. അതെയാണ് നിദ്ര പ്രാപിക്കുക. ശരിയല്ലേ? മരണത്തിന് ശേഷം അതാണ് സംഭവിക്കുന്നത്. മരണത്തിന് ശേഷം ഒന്നുമില്ല, ഒരു കാര്യവും സംഭവിക്കുന്നില്ല, ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഇനിയിപ്പോൾ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചൊന്നുമില്ല. മരിച്ചുപോയ ആൾ എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. ന്യൂസ് പേപ്പറിൽ ഫോട്ടോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഹീസ് നോട്ട് ഗോയിങ് ടു സീ. സംതപ്ത കുടുംബാംഗങ്ങളെന്ന് എഴുതുന്നു, അല്ലെങ്കിൽ ദുഃഖപൂർവ്വം ഭാര്യ, ഭർത്താവ്, അമ്മായിപ്പൻ്റെ അമ്മയുടെ പേര് കാണത്തില്ല, ബാക്കിയുള്ളവരുടെ പേരുമൊക്കെ കാണും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത്. ഇതൊക്കെ വായിക്കാറുണ്ടല്ലേ? പത്രം ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും നോക്കും ഈ കുടുംബ മരണത്തിൻ്റെയൊക്കെ ചരമവാർഷികം ഇടുമ്പോൾ ആരൊക്കെയാണുള്ളത്. ഭാര്യയും ചിലപ്പം പിള്ളേർ കാണും. ചിലയിടത്ത് നോക്കി കഴിഞ്ഞാൽ പിള്ളേർ മാത്രമേ കാണത്തുള്ളൂ, ഭാര്യ വേറെ കെട്ടിപ്പോയി. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും അവരറിയുന്നില്ല. ദേ ആർ നോട്ട് ഗോയിങ് ടു ഡു. അതാണ് നിദ്ര പ്രാപിക്കുക എന്നുള്ള അർത്ഥം. രണ്ടാമത് പിന്നെ നമ്മൾ പറയുന്നതാണ് കർത്താവിൽ എന്നുള്ളത്, വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും നമ്മൾ പറയാറുണ്ട്. അത് ടു ബി അവേ ഫ്രം ദ ബോഡി എന്നുള്ള അർത്ഥത്തിൽ 2 കൊരിന്ത്യർ 5:8 കാണാൻ പറ്റും. 2 കൊരിന്ത്യർ 5:8 കർത്താവിനോട് കൂടി ആയിരിക്കുക, കർത്താവിനോടുകൂടി അവൻ്റെ ഭവനത്തിൽ. ഇത് ഓഫൺ നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യങ്ങളാണ്. കാരണം ബൈബിളിലെ വാക്യങ്ങളൊക്കെ പരസ്പര വിരുദ്ധമല്ല നമുക്കറിയാമല്ലോ. നമ്മളെല്ലാം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ പരസ്പര വിരുദ്ധം തോന്നിയാലും പഠനത്തിൽ നമുക്കത് പരസ്പര വിരുദ്ധമല്ല എന്ന് മനസ്സിലാകും. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റു വാക്യങ്ങളുമായിട്ട് പ്രശ്നം വരും. ലിറ്ററലി നമ്മളത് എടുക്കുമ്പോൾ ഓക്കെ, മറ്റു വാക്യങ്ങളായിട്ട് പ്രശ്നം വരും. എന്താ നമ്മൾ പറയുന്നത്? കർത്താവിൻ്റെ
രണ്ടാമത്തെ വരവുണ്ട്. അതിന് 2 പതനങ്ങളുണ്ട്, 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് എന്തു ചെയ്യും? കർത്താവ് എന്നെ ഉയർപ്പിക്കും, മധ്യാകാശത്തിൽ അവനെ കണ്ടുമുട്ടും എന്നുള്ളതാണ് നമ്മുടെ അക്സെപ്റ്റഡ് തിയോളജി. അങ്ങനെയാണ് നമ്മളെല്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇപ്പോൾ ക്രിസ്തുവിനോട് കൂടെ എന്ന് പറയുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ദാറ്റ്? അതെന്താ അങ്ങനെ ശരിയാകുന്നത്? ഞാൻ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെയാണെങ്കിൽ then what is the point? What is the point when I believe that Jesus Christ is going to come again? അല്ലേ? മനസ്സിലായോ? മനസ്സിലായോ? ഞാനിത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇതേ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. സ്തെഫാനോസ് മരിക്കുമ്പോൾ സ്തെഫാനോസ് അവിടെ എന്താ കർത്താവിൻ്റെ മുഖം കാണുകയാണല്ലേ, അവിടെ യേശു ക്രിസ്തു അവനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരു കുറുക്ക് ചോദ്യം ചോദിക്കട്ടെ. കുറുക്ക് ചോദ്യം തർക്കുത്തരം എന്ന് പറഞ്ഞാൽ അത് ആരാ കണ്ടത്? സ്തെഫാനോസാണോ എന്നിട്ട് എഴുതിയത്? ലോജിക്കലി ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുക, സ്തെഫാനോസാണ്. അതുകൊണ്ടല്ല ഈ മോശയുടെ അവസാനത്തെ അധ്യായം മോശ എങ്ങനെ എഴുതുന്നത് ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം മോശ എങ്ങനെ എഴുതുന്നുള്ള ചോദ്യം വന്നത്. ഓക്കെ, അത് മോശ അല്ല എഴുതിയത് അല്ലേ? അവസാനത്തെ അധ്യായം മോശ അല്ല എഴുതിയത്. മോശ മരിച്ചു എവിടെയാണ് അടയ്ക്കുന്നത് കാണുന്നില്ല എന്നുള്ള മോശയ്ക്ക് എഴുതാൻ പറ്റുമോ? അത് ദൈവത്തിനാണ് പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. somebody else wrote it. അതിനോട് പിന്നെ ചേർത്തതാണ് അല്ലേ? ചിന്തിച്ചിട്ടില്ലേ അത്? അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്തെഫാനോസ് അങ്ങനെ കണ്ടു എന്നുള്ളത് സ്തെഫാനോസിന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇമ്മീഡിയറ്റ്ലി ഹി ഡൈഡ്, അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്തെഫാനോസ് തന്നെ എഴുതിയിരിക്കുന്നത്. തെറ്റെന്ന് ഞാൻ പറയല്ല കേട്ടോ, ഞാൻ അതിലേക്ക് വന്നില്ല. ഓക്കെ, ഞാൻ പറയുക ഇങ്ങനെ കൂടെ നമ്മൾ ചിന്തിക്കണം. ഞാൻ കുറച്ചുകൂടെ ഞാൻ വിശദമാക്കാം. നമ്മൾ ചില കാര്യങ്ങൾ ഭയങ്കര ഇമോഷണലി നമ്മളെ വേദപുസ്തകത്തെ ചിലയിടത്ത് കാണരുത് എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഓക്കെ, ബൈബിളിലെ എല്ലാ വാക്യങ്ങളും ശരിയാണെന്നുള്ള ഒരു ശരിയാണ് നിൽക്ക് ഞാൻ പറഞ്ഞു തരണം. ഞാനത് ഫുള്ള് പറഞ്ഞു തരണം. ശരിയാണ്, എല്ലാം 100% ശരിയാണ് എല്ലാം. ഓക്കെ, ആ പോർഷനിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. എന്താണ് ഇന്നറൻസി എന്നൊക്കെ ഉള്ളത് കൂടുതൽ നമ്മൾ വേറൊരു ക്ലാസ്സിൽ വരെ നമുക്ക് എടുക്കാം. പക്ഷേ ചില കാര്യങ്ങൾ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, നമ്മൾ ഈ വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് വിത്തൗട്ട് എനി ഫാക്ട്സ് നമ്മൾ ബിലീവ് ചെയ്യുന്ന കാര്യമാണ്. വേദപുസ്തകത്തെ അന്ധവിശ്വാസത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുകയും പാടില്ല. ഓക്കെ, പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെ ഇത് ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ എന്താ സംഭവിക്കുകയെന്ന് അറിയാമോ? നമുക്ക് എങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായാൽ ഉടനെ നമ്മളതിൻ്റെ ഗ്രീക്ക് എന്താണ്, അവിടുത്തെ യൂസേജ് എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പ്രചോദനമാണ്. ഞാൻ അതിനാണ് ഈ ചിന്ത അങ്ങനെ ഇട്ടത്. സ്തെഫാനോസ് അത് കണ്ടില്ലല്ലോ, then who can write it? അത് എഴുതിയ ആൾക്കത് എങ്ങനെ മനസ്സിലായി യേശുവിൻ്റെ മുഖം കണ്ടു എന്നുള്ളത്? ഇത് നമുക്ക് ഇനി എല്ലാവർക്കും, ഇപ്പം ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലാത്തതെന്നുള്ളത് പറയുന്നില്ല, പഠിക്കാൻ താല്പര്യമുള്ളവർ അതൊന്ന് പഠിച്ചു നോക്കുക, നല്ലതാണ്. എന്തുകൊണ്ട് സ്റ്റീഫൻ കണ്ടു എന്നുള്ളത് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, എന്നാലും ഞാൻ ഉത്തരം പറഞ്ഞില്ല എന്നൊരു തോന്നൽ ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കും. എന്നാൽ അത് ഒന്നുകിൽ സ്തെഫാനോസിൻ്റെ മുഖത്തിൻ്റെ ഭാവം കൊണ്ടോ അല്ലെങ്കിൽ അവിടെ കൂടി വന്നത് പറഞ്ഞതുകൊണ്ടോ ആയിരിക്കാം അത് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളത് കൂടെ നമ്മളൊന്ന് പഠിക്കണം എന്നുള്ളതാണ്. അത് ഞാൻ ഓപ്പണിൽ വിടുകയാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടുകയാണ്. ഓക്കെ, നൗ വേറൊരു സംശയം കൂടെ ബ്രദർ കുറച്ച് മുമ്പ് എന്നോട് ചോദിച്ചിരുന്നു. അതും ഞാൻ ചിന്തിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ലാസറും ധനവാനും അവരെങ്ങനെയാണ് ദേ കുഡ് റെക്കഗ്നൈസ് ഈച്ച് അതർ അല്ലേ? അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഡിബേറ്റബിൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ. അതിലേക്ക് ഞാനിപ്പം കൂടുതൽ പോകുന്നില്ല, ഇന്നത്തെ ഈ ക്ലാസ് എനിക്ക് തീർക്കാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറും യാതനാ സ്ഥലത്തിരിക്കുന്ന ധനവാനും, ഇത് ഒത്തിരി റിസർച്ചും ഒത്തിരി സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുള്ള ഭാഗങ്ങളാണ്. പല വ്യൂസ് ഉണ്ട്. ഇപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ മൈ ഇൻ്റർപ്രട്ടേഷൻ, യുവർ ഇൻ്റർപ്രട്ടേഷൻ, അതേഴ്സ് ഇൻ്റർപ്രറ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും യോജിച്ചതല്ല. ചില കാര്യത്തിന് യോജിച്ച കാര്യമാണ്. ചിലതിൽ ഇൻ്റർപ്രട്ടേഷൻസ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ചില കാര്യങ്ങളിൽ നമ്മുടെ വ്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ എന്നാൽ ചില കാര്യങ്ങൾ ബൈബിളിൽ വളരെ കൃത്യമായിട്ട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന, എക്സ്പ്ലിസിറ്റായിട്ട് റിവീൽഡ് ആയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. രക്ഷിക്കപ്പെടുക ഉദാഹരണത്തിന്, അത് ക്ലിയറാണ് നമുക്ക് ബൈബിളിൽ ഇല്ലേ? സ്നാനപ്പെടുക വളരെ ക്ലിയറാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ഈ ആർഗ്യുമെൻറ്റ്സോ അതൊന്നും അല്ല വരുന്നത്. മോറൽ വിഷയങ്ങളിൽ, ധാർമ്മിക വിഷയങ്ങളിൽ നമ്മൾ, അപ്പോൾ ഇതൊക്കെ ബൈബിൾ വളരെ വ്യക്തമായിരിക്കുന്ന കാര്യം. ഇറ്റ് ഇസ് നോട്ട് ഡിബേറ്റബിൾ. ബട്ട് സർട്ടൻ തിങ്സ്
വിച്ച് ആർ നോട്ട് സോ എക്സ്പ്ലിസിറ്റ് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും, അതുകൊണ്ടാണ് നമ്മൾ ഗ്രീക്കും നമ്മൾ ഹീബ്രുവിന് പോകുന്നത്. പലരും കുറ്റം പറയും എന്തിനാണ് ഗ്രീക്കിലേക്ക് ഹീബ്രുവിലേക്കും പോകുന്നതെന്നുള്ളത്. ദ എക്സാക്ട് മീനിങ് അല്ലെങ്കിൽ ആ യൂസേജ് ഇതെല്ലാം നമുക്ക് അവിടെ പഠിക്കുമ്പോഴേ മനസ്സിലാക്കാനായിട്ടും നമുക്ക് ചിന്തിക്കാനായിട്ടൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു അലവൻസ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ്സ് എല്ലാം ഇതെല്ലാം വ്യൂസും ഉണ്ട് എന്നുള്ളത്. പക്ഷേ അത് എന്തുകൊണ്ട് അർത്ഥമാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്തെഫാനോസ് കണ്ടിരിക്കാം, പിന്നെ അബ്രഹാമിൻ്റെ മടി, അബ്രഹാമിൻ്റെ കാര്യമാണല്ലോ, അബ്രഹാമിൻ്റെ മടിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ ദാസറും ഈ അബ്രഹാമിൻ്റെ മടി എന്നുള്ളതൊരു യൂസേജ് ആണല്ലോ, അല്ലാതെ ലിറ്ററലി അബ്രഹാം അവിടെ ഇരിക്കുന്ന മടിയിൽ ആ ലാസറിനെ എടുത്ത് വെച്ചിരിക്കുന്നതല്ലോ. ഇറ്റ്സ് നോട്ട് സോ സ്ട്രിക്ട്ലി എ പാരബിൾ, ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. അല്ലെങ്കിൽ ഒരു കാര്യത്തെ വിശദമാക്കുവാൻ പാരബിളിൻ്റെയൊക്കെ ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പാരബിളിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? പാരബിളിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ പോയിന്റ്, 1-2 പോയിന്റിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പാരബിൾ ഒരിക്കലും ആ പോയിന്റ് വിട്ടിട്ട് വേറൊരു കാര്യത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്യല്ലേ. അങ്ങനെ ചെയ്താൽ അഗസ്റ്റിൻ തൊട്ട് ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. എന്താ ചെയ്തിരിക്കുന്നത്? അത് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. എന്തുവാ, ശമരിയക്കാരൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ ശമരിയക്കാരൻ്റെ കഥ എടുത്തിട്ട് നമുക്ക് എല്ലാം വിശദീകരിക്കാനായിട്ട് വെക്കും. നല്ല ശമരിയക്കാരൻ യാത്ര ചെയ്തത് കഴുതപ്പുറത്താണെന്നുള്ളതും കഴുതിക്ക് 4 കാലുണ്ടായിരുന്നെന്നോ, അല്ലെങ്കിൽ 2 വെള്ളിക്കാശ് കൊടുത്തു 2000 വർഷത്തിൽ കർത്താവ് വരുമെന്നോ ഒക്കെ ഉള്ള ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ ഇങ്ങനെ ഉപമകളെ വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഒരിക്കലും ഒരു ഉപമയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെയോ എടുക്കാൻ പാടില്ല. യെസ്, കറക്റ്റ്, അണ്ടർസ്റ്റുഡ്. അവിടെ ലാസറിൻ്റേതും ധനവാൻ്റേതും കർത്താവ് യേശുക്രിസ്തു പറയുന്നൊരു കാര്യമാണ്, ഒരു കാര്യത്തെ വിശദമാക്കുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ അതുമല്ല, അത് പഴയ നിയമകാലത്തുള്ളൊരു ഇതാണ്. ഒരു ലോജിക് എന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് പഴയ നിയമകാലത്തുള്ള സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കൺസെപ്റ്റ് വേറെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്വർഗം എന്ന് പറയുന്ന നരകം എന്ന് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ആയിട്ടില്ല. പഴയ നിയമത്തിൽ നമ്മളീ പറയുന്ന നരകം ഓപ്പൺ ആയിട്ടില്ല. നരകത്തിന് പകരമായിട്ട് യാതനാ സ്ഥലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഒരു ഇൻ്റർമീഡിയറ്ററി പ്ലേസ് ഉണ്ടായിരുന്നു പഴയ നിയമത്തിലെ കോൺസെപ്റ്റിൽ. അത് വെച്ചാണ് അവിടെ അത് പറയുന്നത്. നരകത്തിൽ പോയ ഒരാൾ സ്വർഗത്തിലിരിക്കുന്ന ഒരാളും അല്ല. അബ്രഹാമിൻ്റെ മടി സ്വർഗമല്ല, അബ്രഹാമിൻ്റെ മടി പറുദീസയാണ്. ദാറ്റ് ഈസ് എ ടെമ്പററി പ്ലേസ് ഓഫ് ദ സെയിൻസ്. ഇതൊരു ഇൻ്റർപ്രിട്ടേഷനാണ് കേട്ടോ ഞാനീ പറയുന്നത്. ഇതൊരു വ്യാഖ്യാനമാണ്. ഇതൊന്നും ബിബ്ലിക്കലി വളരെ സ്ട്രോങ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങളാണ്. പഴയ നിയമത്തിലെ സ്വർഗവും നരകവും വെച്ചിട്ട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി പുതിയ നിയമത്തിൽ വരുന്നതാണ് ഈ സ്തെഫാനോസിൻ്റെ കാര്യം. സ്തെഫാനോസിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖം കണ്ടു എന്നുള്ളത് എൻ്റെ ക്വസ്റ്റ്യൻ, ആര് കണ്ടു, ആര് എക്സ്പീരിയൻസ് ചെയ്തു, ഹൂ റോട്ട് ഇറ്റ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഈ എഴുത്തുകാരന് അത് അവിടെ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് യേശുവിൻ്റെ മുഖം കണ്ടത്, ഏത് രീതിയിലാണ് കണ്ടതെന്നുള്ളതൊന്നും അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആയിരിക്കും കണ്ടത്. അത് എവിടെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്, ഫാക്റ്റാണ്, കണ്ടു കാണും. ഓക്കെ, ചരിത്ര പുസ്തകങ്ങളും ലേഖനങ്ങളും തമ്മിൽ എൻ്റെ ഡിഫറൻസ് ഉണ്ട്. ചരിത്ര പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പുതിയ നിയമത്തിലേതിൽ അവിടെ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ പറഞ്ഞിരിക്കുക നടന്ന സംഭവം എക്സാക്റ്റ് ആൻഡ് ദൃക്സാക്ഷികളുടെ വിവരണവുമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഓക്കെ, വി ആർ നോട്ട് ഫോർമുലേറ്റിംഗ് എ ഡോക്ട്രിൻ ഫ്രം ദാറ്റ്. അവിടെ നിന്ന് നമ്മളൊരു ഉപദേശത്തെ അൺലെസ് അത് വാലിഡേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫോം ചെയ്യുന്നില്ല അവിടെ നടക്കുന്നത്. അപ്പോൾ എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവിടെ ഈ എഴുത്തുകാർക്ക് ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം പരിശുദ്ധാത്മാവ് എഴുതിയതാണ്, അതിനൊന്നും അല്ല ഞാൻ, കാരണം ഇത് തെറ്റായിട്ട് ഒരിക്കലും വ്യാഖ്യാനിക്കല്ല. ഈ എഴുതിയ കാര്യങ്ങളെ, പരിശുദ്ധാത്മാവ് എഴുതിയ കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ വ്യാഖ്യാനിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വിച്ച് പാർട്ട് ഓഫ് അവർ ബോഡി ഈസ് ഡൂയിങ് ദാറ്റ്? നമ്മുടെ ബ്രെയിൻ. അപ്പോൾ അവിടെ ബ്രെയിൻ്റെ റോളുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം ഈ ബ്രെയിൻ്റെ റോളാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ എഴുതി തന്നു, അത് നമ്മുടെ ഫൗണ്ടേഷനാണ്, നമ്മുടെ ബിലീഫിൻ്റെ ഫൗണ്ടേഷനാണത്. അവിടെ അതിനൊരു ഫൗണ്ടേഷനൊന്നും ഇളക്കുന്നില്ല, നമ്മൾ ഒരു മാറ്റം നമ്മളവിടെ വരുത്തുന്നില്ല. പരിശുദ്ധാത്മാവാണ് എഴുതിയത്, അത് സത്യമാണ്, 100% സത്യമാണ്. പക്ഷേ അതിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക?
മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും അതിൻ്റെ അർത്ഥവും യൂസേജും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാനോ. വൈ ഗോഡ് യൂസ് ദാറ്റ് വേർഡ്, എന്തുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചു, എന്തുകൊണ്ട് ഈ വാക്ക് ഉപയോഗിച്ചില്ല, എന്തുകൊണ്ടാണ് അകപ്പെ, ലവിന് പല വേർഡ്സ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് അകപ്പെ അവിടെ ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നു, സഭ എന്നുള്ളിടത്ത് എന്തുകൊണ്ടാണ് എക്ലീസിയ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് അവർ ബ്രെയിൻ ഹൗ ടു ഇൻ്റർപ്രറ്റ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫൗണ്ടേഷന് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് സ്തെഫാനോസ് കണ്ടു എന്ന് പറയുന്നത് ഹൂ റോട്ട് ഇറ്റ്. സ്തെഫാനോസ് എഴുതാൻ വഴിയില്ല. അപ്പോൾ സംബഡി എൽസ് ഹാസ് റിട്ടൺ ഇറ്റ് ഓർ സംബഡി എൽസ് ഹാസ് ടോൾഡ് ഇറ്റ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പ്രചോദനം നൽകിയിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഹീ ടോൾഡ് ഇറ്റ് ലൗഡ്ലി. എന്താണ് സംഭവം? പക്ഷേ എവിടെ വരെ പറയാൻ പറ്റും? ഒരു പോയിന്റ് വരെ ഹി ക്യാൻ ടെൽ. ആ കമൻട്രി കൊടുക്കാൻ പറ്റുന്നത് ഒരു പോയിന്റ് വരെ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആഫ്റ്റർ ദ ഡെത്ത് ഹി കനോട്ട് ഗിവ് ദാറ്റ് കമൻട്രി. അതുവരെ മാത്രമേ അദ്ദേഹം കമൻട്രി കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ പറയത്തുള്ളൂ, അല്ലേ? കേട്ടു നിന്നവരാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്, ഇത് സ്തെഫാനോസിന് എഴുതാൻ പറ്റത്തില്ല. സ്തെഫാനോസ് പറയുന്നത് അല്ലെങ്കിൽ വായിൽ നിന്ന് വന്നത് കേട്ടു നിന്നവരാണ് എഴുതിയിരിക്കുന്നത്, അവിടെ വിറ്റ്നസ് ചെയ്തവരാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിലൊന്നും നമുക്ക് ഡൗട്ടില്ല എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഹീ സോ, അദ്ദേഹം എന്തു കണ്ടു എന്നുള്ളത്. ഞാനിതിൻ്റെ തെറ്റായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൂടെ പറയാം. നമ്മുടെ ഇടയിലുള്ള ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ഈ നമ്മുടെ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടൊക്കെ വലിയ സ്നേഹമാണ്. അപ്പോഴെന്ത് ചെയ്യും, എൻ്റെ അപ്പച്ചൻ വളരെ ക്ലോസ് ആയിരുന്നു ദൈവമായിട്ട് എന്നുള്ളതിന് കാണിക്കുന്നതിന് പറഞ്ഞാൽ അപ്പച്ചൻ കോമാ സ്റ്റേജിലേക്കൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ മരണത്തിൻ്റെ സമയത്തേക്ക് പോകുമ്പോൾ അപ്പച്ചൻ എന്തെങ്കിലും ഒന്ന് പറയുന്നത് നമ്മൾ എന്നിട്ട് അത് എല്ലായിടത്തും പറയും. അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ദൂതന്മാരുടെ അടുക്കിലേക്ക് പോകുന്നതൊക്കെ അപ്പച്ചൻ കണ്ടു എന്നൊക്കെ പറയും, ഇല്ലേ? പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് എൻ്റെ അപ്പച്ചൻ ഭയങ്കര വിശുദ്ധനാണ്, സ്വർഗത്തിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മരിച്ചു കിടക്കുമ്പോൾ സാക്ഷ്യം പറയാറുണ്ട്, ഇങ്ങനെ അപ്പച്ചൻ പറഞ്ഞിരുന്നു എന്നുള്ളത്. ഇത് ഈ അപ്പച്ചൻ പറഞ്ഞാൽ പോലും, ഞാൻ പറയുന്നത് ഈ അപ്പച്ചൻ പറഞ്ഞാൽ പോലും, ഞാൻ പറഞ്ഞ ഈ വാക്യത്തെ തെറ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവം പറയുകയാണ്. കാരണം ഇത് ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഞാൻ എംഫസൈസ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും മരിച്ചു പോകുന്ന ഒരാൾ, നമ്മുടെ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ഒത്തിരി നമ്മുടെ ആർട്ടിക്കിൾസിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, നിയർ ഡെത്ത്, മരണത്തിൻ്റെ ആസന്നമായിരിക്കുമ്പോൾ. പക്ഷേ ഇതൊരിക്കലും നമ്മൾ പറയില്ല. കാരണം ഈ മരിക്കാൻ പോകുന്ന ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഹലൂസിനേഷൻസാണ്. അദ്ദേഹത്തിൻ്റെ, സ്തെഫാനോസിൻ്റെ അല്ല കേട്ടോ, അതുമായിട്ട് ഇത് ബന്ധപ്പെടുത്തല്ലേ, അതിന് ശേഷം വന്നിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തെഫാനോസിന് ഒരു പക്ഷേ അത് ആ സമയത്ത് കുറേ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഇത് ട്രാൻസിഷൻ പീരീഡ്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതപ്പെടുന്നതിന് മുമ്പുള്ളൊരു സംഭവമാണ് ഇതെല്ലാം. ആ രീതിയിൽ ഇത് കാണാവും. അപ്പോൾ ഇപ്പോഴ് നമ്മൾ ഈ പുതിയ നിയമമൊക്കെ എഴുതപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ അപ്പച്ചന്മാർ പറയുകയാണ് വെള്ള വസ്ത്രം ധരിച്ച്. ഇതെവിടെ നിന്നാണ് ഈ വന്നിരിക്കുന്നത്? ഇതെല്ലാം നമ്മൾ വായിക്കുന്ന കഥകളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ നിന്നും ഒക്കെ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിരിക്കുന്ന ചില ചിന്തകളാണ് ഒരുപക്ഷെ ആ സമയത്ത് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരുപക്ഷെ ഞാനും മരിക്കാൻ കിടക്കുമ്പോൾ എനിക്ക് തോന്നുമായിരിക്കും ദൈവദൂതന്മാർ വരുന്നു, എന്നെ ആലിംഗനം ചെയ്യുന്നു, കൊണ്ടുപോകുന്നൊക്കെ തോന്നിയതില്ല. പക്ഷേ അത് മേ നോട്ട് ബി ദ റിയൽ ഫാക്ട്. എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്ന ചില കൺസെപ്റ്റ്സുകൾ, എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചില ചിന്തകൾ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നമ്മുടെ ചിന്തകളെക്കാളൊക്കെ കൂടുതൽ ഭയങ്കരമായിട്ട് വിശാലമായ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. ഞാൻ ഇന്നലെയാണ് വായിച്ചത്, പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ ഇന്നലെയാണ് അത് അറിയുന്നത്, ഇന്നലെ മിഞ്ഞാന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എ സ്മോൾ ഇഞ്ചക്ഷൻ ഒരു പ്രത്യേക സ്ഥലത്ത് നീഡിൽ കൊണ്ട് പിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മെമ്മറിയും പോകുമെന്നുള്ളത്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ മെമ്മറിയും, നമ്മുടെ എല്ലാ ചിന്തകളും അസ്തമിക്കുവാനായിട്ട് ഒരൊറ്റ പോയിന്റിൽ ഒരു ചെറിയ നീഡിൽ ഇൻസർഷൻ ചെയ്താൽ മതി എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അങ്ങനെ ചെയ്ത എക്സാമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു, ലോകത്തിൽ ചിലരെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഓരോ ഭാഗങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതനുസരിച്ചും ഓരോ ഭാഗങ്ങളെ അതിനെ ഇനാക്റ്റീവ് ആക്കാനും ആക്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഒക്കും. അപ്പോൾ മരണത്തിൻ്റെ സമയം നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ആര് പറയുന്നതോ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. വാട്ട് ദ സ്ക്രിപ്ചർ സേസ്, ബൈബിൾ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് അടിസ്ഥാനമായിട്ട് ഉള്ളത്. ആ ബൈബിൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഡീപ്പറായിട്ട് പോയി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ഞാൻ എക്സാക്ട്ലി ഞാനത് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പോയിന്റ് ഡിഫറെൻ്റ് ആണ്. അവിടെ സ്തെഫാനോസ് പറഞ്ഞ കാര്യങ്ങൾ ആണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് എന്നുള്ളത്, സ്തെഫാനോസ് മരിച്ചുപോയി, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോദിക്കാനോ പറയാനോ ഒന്നും
പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു ഉപദേശം സ്ഥാപിക്കാനോ ഒന്നും നമുക്ക് ഒക്കത്തില്ല. പക്ഷേ എന്നാലും അത് ശരിയാണെങ്കിൽ തന്നെയും നമുക്ക് ശരിയാണ് എങ്കിൽ കർത്താവ് നമ്മളെ സ്വീകരിക്കാനായിട്ടുണ്ട്. ദർ ഇസ് എ പോസിബിൾ തിങ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ സുരക്ഷിതം, അത് വേറൊരു വ്യൂ പോയിൻ്റാണ്. കാരണം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്താ നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്നത്? നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിനെ പ്രിസർവ് ചെയ്തിട്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് ദൂതന്മാരുടെ ജോലിയാണെന്ന് ഉള്ള അസംഷനിൽ അല്ലെങ്കിൽ ഉള്ള ചിന്തയിൽ ഒക്കെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ദൂതന്മാർ നമ്മളെ സുരക്ഷിതമായിട്ട് പിശാചിന് യാതൊരു വിധത്തിനും കൊടുക്കാതെ നമ്മളെ കൊണ്ടുപോകുന്നുള്ളത്. ഇത് എവിടെ? കർത്താവിൻ്റെ അടുക്കലാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. മറ്റേതെങ്ങനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും? ഞാൻ ഇനി എൻ്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ വരിക. എങ്ങനെ നമ്മൾ രണ്ടാമത്തെ വരവിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും? കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ നമ്മൾ എടുത്തുകൊള്ളപ്പെടുമെന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കില്ല എന്താ നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ ദേഹിയും ആത്മാവും അല്ലെങ്കിൽ 3 സ്റ്റേജ് എന്ന് നമ്മൾ കണക്കാക്കിയാൽ നമ്മുടെ ശരീരം, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, ഇതല്ലേ? ഈ ഇതിൽ ഒന്നാണ് നമ്മളിവിടെ ശേഷിപ്പിച്ചിട്ട് പോകുന്നത്. നമ്മുടെ ദേഹം മണ്ണോട് അങ്ങ് ചേരുന്നു, ഇല്ലാതായി പോകുന്നു. സോ ദേഹം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്. ഇല്ല, നമ്മുടെ ശരീരം ഇല്ല. ഈ ശരീരം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒൺലി തിങ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ദൈവവുമായിട്ട് മാത്രമാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ദേഹിയും ആത്മാവിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ദൈവവുമായിട്ട് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നുമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഞാൻ പിന്നെ പറയേണ്ട കാര്യമാണ് ഇപ്പോൾ പറയുമ്പോൾ, ഈ സമയത്തിലല്ലാത്തത് കൊണ്ട് ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഐ ആം ടേക്കൺ ഔട്ട് ഓഫ് ദിസ് ടൈം. ഈ ടൈമിൽ നിന്ന് തന്നെ ഞാൻ എടുത്തുകൊള്ളപ്പെടുകയാണ്, മാറുകയാണ്. മരണമെന്ന് പറയുന്നത് അതാണ്. ഫ്രം ദിസ് ടൈം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. ഈ സമയത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് കൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് എൻ്റെ സ്പേസ് മാത്രമല്ല. സ്പേസ് എനിക്കപ്പോൾ ആവശ്യമില്ല. എൻ്റെ ദേഹിക്ക് ആത്മാവിന് സ്പേസ് ആവശ്യമില്ല, ദേഹത്തിനാണ് സ്പേസ് ആവശ്യമായിരിക്കുന്നത്. സ്പേസ് ഇല്ലാതെ വരുന്നു. സ്പേസ് എന്ന് പറഞ്ഞ് എനിക്കുള്ള ഇടം അതില്ലാതെ വരുന്നു, സമയവും ഇല്ലാതെ വരുന്നു. അപ്പോൾ ഞാൻ സമയത്തിനും വെളിയിൽ സ്പേസിനും വെളിയിൽ എങ്ങാണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും സേഫായിട്ട് പറയുന്നത് കർത്താവിലാണ്. അപ്പോൾ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ, കർത്താവിൽ മരിക്കുന്ന മൃതന്മാരെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിൻ്റെ കൂടെ ആകുകയാണെന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അവിടെ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ അത് സുരക്ഷിതമാണ്, നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും. വാട്ട് ഫോർ? എന്തിനു വേണ്ടി പ്രിസർവ് ചെയ്യുന്നു? ഇനി ഞാനതാണ് മൂന്നാമത്തെ വ്യൂ പോയിന്റിലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് 2 കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന് വിത്ത് ക്രൈസ്റ്റ് കണ്ടു, പിന്നെ സ്ലീപ്പിംഗ് കണ്ടു, പിന്നെ ഒന്നുകൂടെ ഉള്ളത് വെയിറ്റിംഗ് എന്നുള്ളതാണ്. അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. വെയിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്നതാണ്. എത്രത്തോളം വെയിറ്റ് ചെയ്യും, എത്രത്തോളം അവരിങ്ങനെ ഇനി ഒരു 6-ന്റെ വാക്യം എങ്ങനെയാണ്? 6-9, വെളിപ്പാട് 6-9. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹിതവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്നവർ ഉറക്കെ നിലവിളിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന അവർ നിലവിളിക്കുന്ന ഒരു രംഗമാണ്. ഇത് സഭയുടെ കാലയളവ് അല്ല കേട്ടോ. ഈ വെളിപ്പാട് 6-ാം അധ്യായത്തിൽ സഭയുടെ കാലയളവല്ല, ഇത് മഹോപദ്രവത്തിൻ്റെ കാലയളവിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, അതത്രയും പറഞ്ഞാൽ വിടട്ടെ. അത് സഭാ കാലയളവല്ല, മഹോപദ്രവത്തിൻ്റെ സമയത്തിൽ നടക്കുന്ന 7 വർഷത്തെ ഉപദ്രവത്തിൻ്റെ സമയത്ത് നടക്കുന്ന രംഗമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഓക്കെ, സോ ഇത് ഇവിടെ അവരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എത്രത്തോളം, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവരുടെ ഒരു ഇമോഷനും അവരുടെ നിലവിളിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില വാക്കുകൾ നമ്മുടെ വ്യത്യാസമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇനി ഞാൻ ഒരുപക്ഷെ എനിക്ക് രസകരമായിട്ട് തോന്നിയതും എന്നെ കൺവിൻസ് ചെയ്തതുമായിരിക്കുന്ന ചിന്ത എന്നുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സേഫായിരിക്കുന്ന ഒരു ഉത്തരവെന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ കൂടെ ട്രാവൽ ചെയ്യണം, നിങ്ങളിങ്ങനെ എൻ്റെ കൂടെ ചിന്തിക്കണം. ഓക്കെ, ഒരാൾ മരിച്ചു. വാട്ട് ഈസ് ഹാപ്പനിങ്? ദേഹം അവിടെ കിടക്കുന്നു, ദേഹി പോയി, ആത്മാവ് പോയി, ഇത് രണ്ടും പോയി. ഇദ്ദേഹം നിദ്ര കൊള്ളുക അല്ലേ? അതാണ് നമ്മൾ വായിച്ചു. നിദ്ര കൊള്ളുന്നു, ഈ ദേഹി ആത്മാവും കർത്താവിലേക്ക് പോയി. ഇനിയുള്ള ഒരു സമയമുണ്ട്, പക്ഷേ ഈ സമയം ഞാൻ പറഞ്ഞ ഈ സമയമല്ല, ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയമല്ല.
അവർ വേറൊരു സമയത്തെ എടുക്കുന്ന നമ്മൾ എക്സാമ്പിളായിട്ട് വെച്ചോളൂ. വേറൊരു സമയത്തിലേക്ക് ട്രാവൽ ചെയ്തു, വേറൊരു സമയത്തിലേക്ക് പോയി. ഈ സമയം അല്ലെങ്കിൽ സമയമില്ലാത്തൊരവസ്ഥയെന്നോ എടുത്തോ, അല്ലെങ്കിൽ വേറൊരു സമയത്തേക്ക് മനസ്സിലാക്കാൻ വേറൊരു സമയത്തിലേക്ക് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഇപ്പോൾ മനസ്സിലാക്കാൻ. നമ്മൾ ഉറങ്ങുന്നു. എത്ര മണിക്കാണ് ഉറങ്ങുന്നത് രാത്രി? ഞാൻ 10 മണിക്കെന്ന് വെച്ചോളൂ. 10 മണിക്ക് ഞാൻ ഉറങ്ങുന്നു. 10 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? ഈ 10 തൊട്ട് 6 വരെയുള്ള 8 മണിക്കൂർ എന്താ സംഭവിച്ചത്? ഐ വാസ് ഞാൻ എവിടെ ആയിരുന്നു? ഐ വാസ് ദേർ. ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നിഷ്ക്രിയനാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കിടന്നിങ്ങനെ ഉറങ്ങുക. എനിക്ക് ഓർമ്മയുള്ളത് എന്താണ്? രാവിലെ എഴുന്നേൽക്കുമ്പം പുതച്ചു ഉറങ്ങി എന്നുള്ളത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ റെസ്റ്റ് ഓഫ് ദ തിങ്സ് എനിക്ക് അറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്. രാവിലെ എന്നിട്ട് അലാറം അടിക്കുമ്പോഴാണ് ഞാൻ ചാടി എഴുന്നേൽക്കുന്നത്. 6 മണിക്ക് എഴുന്നേൽക്കുന്നു. എഴുന്നേൽക്കുമ്പോൾ ഇപ്പോഴല്ലേ ഉറങ്ങിയത്, അല്ലേ? ഇപ്പോഴല്ലേ ഉറങ്ങിയത്. ഞാൻ എന്നിട്ട് ഇത്ര ഈ 8 hours എവിടെ പോയി? എന്തായിരുന്നു എനിക്ക് സംഭവിച്ചത്? അപ്പോൾ ഈ 8 hours എൻ്റെ ഓർമ്മയിലില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഉറങ്ങിയത് എനിക്കറിയാം. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഒക്കെ ശ്രദ്ധിക്കണേ, ഉറങ്ങിയത് എനിക്കറിയാം. നെക്സ്റ്റ് മൊമെൻറ്റ് ഐ വാസ് അവേക്ക്. ഞാൻ ഉണർന്നു, ഉറങ്ങി ഉണർന്നു. ഇതിനുള്ള ടൈം എൻ്റെ ആയുസ്സിൽ 8 മണിക്കൂർ പോയി. ഒന്നും ചെയ്യാതെ പോയി 8 മണിക്കൂർ. ഇതേപോലെയാണ് മരിക്കുന്നവർ മരിക്കുന്നു. അവരുടെ ടൈം ഫ്രെയിമിൽ നെക്സ്റ്റ് മൊമെന്റിൽ അവർ കർത്താവിൻ്റെ വിളി കേൾക്കുന്നു. എന്ത് രസം, എന്ത് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ. ഉറങ്ങുന്നു, അടുത്ത മൊമെന്റ് അവരുടെ കോൺഷ്യസ് ആയിരിക്കുന്ന നെക്സ്റ്റ് മൊമെന്റ് കർത്താവിനോട് കൂടെയാണ്. കർത്താവ് വിളിക്കുക. അപ്പോൾ മരിച്ചവരെ കുറിച്ച് അതുകൊണ്ടാണ് ദുഃഖിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. മരിച്ചവരെന്താണ്? മരിച്ചവർ വേറൊരു ലോകത്തേക്ക് യാത്ര, എന്ന് വെച്ചാൽ അർത്ഥം മാറ്റല്ലേ, വേറൊരു നിലയിലേക്ക് അവർ യാത്രയായി. എന്നിട്ട് ദ നെക്സ്റ്റ് മൊമെന്റ് യേശു ക്രിസ്തുവിൻ്റെ വിളിയാണ് അവർ കേൾക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാമല്ലോ സ്തെഫാനോസിന് സംഭവിച്ചത്, അല്ലേ? ഒരുപക്ഷെ. അപ്പോൾ എനിക്കിത് ഏറ്റവും സന്തോഷം നൽകിയൊരു കാര്യം, ഇത് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഞാൻ അറിയുന്നില്ല. എന്തൊരു ബ്ലസ്സഡ് അവസ്ഥയാണെന്നറിയാമോ? എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൈ കോൺഷ്യസ് മൊമെന്റ് ഈസ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തു എന്നെ വിളിക്കുക, ആ വിളി ഞാൻ കേൾക്കുക. ആ അവസ്ഥയിലേക്കാണ്, ആ ടൈമിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇസ് ഇറ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല നമുക്ക്? അപ്പോൾ ഇതെല്ലാം അവിടെ മാച്ചാവും. സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് മാച്ചാവും. അവിടെ നിദ്ര കൊള്ളുന്നു, കറക്റ്റാണ്. നിദ്ര കൊള്ളുകയാണ്, ക്രിസ്തുവിനോട് കൂടെയാണ്. ക്രിസ്തുവിനോട് കൂടെയാണ്, കറക്റ്റ്. അപ്പോൾ എനിക്ക് എൻ്റെ നെക്സ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ കർത്താവിനോട് കൂടിയാണ്. എനിക്ക് വേറൊന്നും ഇനി ആ ഒരു നിലയിലേക്ക് ഞാൻ ഉയരുക. നൗ വിൽ കം ബാക്ക് ടു എറ്റേണിറ്റി. എറ്റേണിറ്റിയിലേക്ക് വരുമ്പോൾ, നിത്യതയിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ നിത്യത. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളെപ്പോഴാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്? അടുത്ത തെറ്റായ യൂസേജ്, മരിക്കുമ്പോഴാണ് ഒരാൾ എഴുതുന്നത് നിത്യതയിലേക്ക് പ്രവേശിച്ചു എന്ന്, അല്ലേ? പ്രൊമോട്ടഡ് ടു എറ്റേണിറ്റി. മരിക്കുമ്പോഴാണോ നമ്മൾ നിത്യതയെ പ്രവേശിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ നിത്യതയെ ഇവിടെ എത്ര പേര് നിത്യതയെ പ്രവേശിച്ചിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്. ധൈര്യമായിട്ട് നമുക്ക് പറയണം, എപ്പോഴാണ് ഞാൻ നിത്യതയെ പ്രവേശിച്ചതെന്ന് അറിയാമോ? ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ നിത്യതയിലേക്ക് ഞാൻ പ്രവേശിച്ചു. ദാറ്റ് ഈസ് മൈ സ്റ്റാർട്ടിങ് പോയിന്റ്. എൻ്റെ എറ്റേണിറ്റിയുടെ സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങുകയാണ്. അവിടേക്ക് ഞാൻ ആ എറ്റേണിറ്റിയിലേക്ക് നമ്മൾ പറയുന്നത് ബ്ലിസ്ഫുൾ ആയിരിക്കുന്ന എറ്റേണിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദൈവത്തോട് കൂടെയുള്ള എറ്റേണിറ്റിയാണ്. ദേ ആർ ഇൻ എറ്റേണിറ്റി വിത്തൗട്ട് ഗോഡ്. ദൈവമില്ലാത്ത എറ്റേണിറ്റി, റൈറ്റ് ആണോ? എറ്റേണിറ്റിയുടെ വ്യത്യാസം, എറ്റേണിറ്റി, ദൈവത്തിൻ്റെ എറ്റേണിറ്റി, നമ്മുടെ എറ്റേണിറ്റിയുടെ വ്യത്യാസം സിമ്പിൾ. എന്താ? ദൈവത്തിന് ബിഗിനിങ് ഇല്ല, നമുക്ക് ബിഗിനിങ് ഉണ്ട്. അതാണ്. ബിക്കോസ് നമ്മളെ സൃഷ്ടിച്ചതായതുകൊണ്ട് വെൻ ഗോഡ് ക്രിയേറ്റഡ്, ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ എറ്റേണിറ്റി ആരംഭിക്കുന്നത്, ആ രീതിയിൽ. പക്ഷേ നമ്മളീ പറയുന്ന സ്വർഗീയമായിരിക്കുന്ന നിത്യത, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെയുള്ള നിത്യത ആരംഭിക്കുന്നത് ഞാൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ.
അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഈ മരണമെന്ന് പറയുന്നത് ഒരു സ്മോൾ മൊമെൻറ്റ്, ഒരൊറ്റ മൊമെൻ്റാണത് അവിടെ നടക്കുന്നത്. അത് കഴിയുമ്പോഴത്തേന് അതാ നിത്യത നീ കണ്ടിന്യൂ ചെയ്യാണ്. മൈ എറ്റേണിറ്റി ഈസ് കണ്ടിന്യൂയിങ്. ദർ ഇസ് എ ട്രാൻസിഷൻ. ആ ട്രാൻസിഷൻ എല്ലാം വന്നിട്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ കർത്താവിനോട് കൂടെ പോവുക, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്ന് പറയുന്ന ആ മൊമെൻ്റ് ഉണ്ടല്ലോ, ഞാൻ അതല്ലേ പറയുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവിൻ്റെ വിളിയാണ്. കർത്താവിൻ്റെ വിളി നമ്മൾ കേൾക്കുകയാണ്. ഈ വിളിയിൽ എന്താ സംഭവിക്കുന്നത്? എനിക്കൊരു പുതിയ ശരീരം ലഭിക്കുകയാണ്. ശരീരമില്ലാതെ എനിക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് എനിക്കൊരു പുതിയ ശരീരം ലഭിക്കുകയാണ്. പുതിയ ശരീരം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു സ്പേസും എനിക്കൊരു ടൈമും ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ല എന്താണെന്ന്. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വരുന്നത് 7 ഇയേഴ്സിൻ്റെ ക്രിസ്തുവിനോട് കൂടെയുള്ള നമ്മുടെ വിവാഹവും അവിടെയുള്ള ആഘോഷങ്ങളും ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇൻ അവർ ടേംസ്. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദെയർ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ് സന്തോഷം? അവിടെ എന്താണ് സദ്യ? അവിടെ വീഞ്ഞ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവിടെ സെർവ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും നമ്മളെന്നുള്ളത് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അറിയില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഭാഷയിലാണ് അത്ര എഴുതിയേക്കുന്നത്. സോ എനിക്കൊരു ഗ്ലോറിയസ് ബോഡി എനിക്ക് ലഭിക്കും. എന്തുകൊണ്ടാണ് എനിക്കൊരു പുതിയ ശരീരം ലഭിക്കുന്നത്? ഒന്ന്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യണം. കാരണം ഈ ഗ്ലോറിയസ് ബോഡി ലഭിച്ച എല്ലാവരുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എനിക്ക് വരുന്ന റിലേഷൻഷിപ്പ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോഴുള്ള റിലേഷൻഷിപ്പ് അല്ല. നമ്മളിപ്പോൾ പറയുമല്ലോ, ഭാര്യയെ അറിയാൻ പറ്റുമോ, ഭർത്താവിനെ അറിയാൻ പറ്റുമോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നതിൻ്റെത് അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ ഐ വിൽ ബി നോയിങ് ദം. അവരെ അറിയുന്നത് ഞാൻ വേറൊരു ഡയമെൻഷനിലാണ്, വേറൊരു നിലയിലാണ് ഞാൻ കാണുന്നത്. ദൈവത്തെ ഞാൻ കാണുന്നത് വേറൊരു നിലയിലായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. എൻ്റെ ഉപജീവനം അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡയമെൻഷനാണ്, വേറൊരു നിലയിലാണ്. സോ ഐ വിൽ ബി ടോട്ടലി ഇൻ എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെയുള്ള ഇൻ ലിറ്ററൽ ടേംസിൽ നമ്മൾ അതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞാൽ അതല്ല, അതിനേക്കാളും ഉപരിയാണ്. ഞാൻ പറഞ്ഞാൽ അത് എടുക്കരുതെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഉപരിയാണ്, നമ്മുടെ ചിന്തകൾക്കും ഉപരിയാണ്. ആ നിലയിലേക്ക് ഞാൻ മാറ്റപ്പെടുകയാണ്. അത് ഒരുപക്ഷെ ഈ സമയമായിരിക്കുമോ വേറൊരു ടൈം ഫ്രെയിം ആണോ നമുക്കറിയില്ല. നമ്മുടെ ഗ്ലോറിയസ് ബോഡി നമുക്ക് ലഭിക്കുന്നത് വേറൊരു ശരീരമാണ്. അതാണ് ഇൻസ്റ്റൻ്റായിട്ട് സംഭവിക്കുന്നത്. സ്ലീപ്പിംഗ് മൊമെൻറ്റ് ഇൻ ദിസ് ടൈം ഫ്രെയിം. ഇവിടെ ഇരിക്കുന്നവർക്ക്, എനിക്കിപ്പോൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് ഇത്രയും വർഷങ്ങളായി എന്ന് ഞാൻ പറയുമ്പോൾ, ഫോർ മീ ദാറ്റ് ടൈം ഹാസ് ഇലാപ്സ്. അത്രയും സമയം ട്രാവൽ ചെയ്തു. ബട്ട് ഫോർ ഹിം നെക്സ്റ്റ് മൊമെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ഹാപ്പൻസ് ഫോർ ഹിം. ഞാനൊന്നുകൂടെ പറയാതെ, നമ്മൾ രണ്ടുപേരും ഉറങ്ങുന്നു. ഒരാൾക്ക് രാത്രി ഉറക്കം വരുന്നില്ല. അദ്ദേഹത്തിന് എന്തായിരിക്കും തോന്നുന്നത്? ടിക് 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 ടിക്, ആ ക്ലോക്കിൻ്റെ സൗണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്ന ആൾക്ക് ഒന്നും അറിഞ്ഞില്ല. ഇതേപോലെയാണ് നമ്മൾ സംഭവിക്കുന്നത്. പൗലോസ് അത് എഴുതുമ്പോൾ സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഫ്രം അവർ സൈഡ് ഇറ്റ് ഈസ് ഈച്ച് സെക്കൻഡ് ഈസ് ടിക്കിങ് ഒന്നൊന്നായിട്ട്. പക്ഷെ മരിച്ചുപോയ ആൾക്ക് അല്ലെങ്കിൽ ഉറങ്ങിപ്പോയ ആൾക്ക് ഇതൊന്നും ഒരു ഫാക്ടറല്ല. ഫോർ ഹിം നെക്സ്റ്റ് മൊമെൻ്റ് എഴുന്നേൽക്കുന്നതാണ് അവിടുത്തെ കോൺഷ്യസ്. ഞാൻ പറഞ്ഞ അതാണ് കോൺഷ്യസ് മൊമെൻറ്റ്, ബോധപൂർവമായിരിക്കുന്ന സമയം അതാണ്. അപ്പോൾ നമ്മളെല്ലാം ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയും വർഷമായി, ഹിറ്റ്ലർ മരിച്ചിട്ട് ഇത്രയും വർഷമായി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഇക്കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വർഷങ്ങളായി. പക്ഷേ ഈ മറ്റേ ടൈം ഫ്രെയിമിലിരിക്കുന്ന ആൾക്ക് അത് ആകുന്നില്ല, അറിയുന്നില്ല. അദ്ദേഹത്തിന് അതില്ല. ഈസ് നോട്ട് കോൺഷ്യസ് ഫോർ ഹിം. അതാ ഞാൻ പറഞ്ഞു, ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന പോലെയാണ് അദ്ദേഹം, ആ മരിച്ചുപോയ വ്യക്തി എഴുന്നേൽക്കാനായിട്ട് പോകുന്നത്. നമുക്കിത് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒത്തിരി പാടാണ്. പക്ഷേ അതിനാണ് ഞാൻ ഈ ഉറക്കത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ, ഞാൻ പറഞ്ഞ പോലെ, ഈ മരണത്തെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കുകയോ നമ്മൾ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കോൺഷ്യസ് മൊമെൻറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാൻ പോവുകയാണ്. നെക്സ്റ്റ് കോൺഷ്യസ് മൊമെൻറ്റിൽ അത് വിത്തിൻ നോ ടൈം അതായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ സംശയങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോഴൊരു സമയമുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. പക്ഷേ ദൂതന്മാർക്കും മറ്റുള്ളവർക്കുമൊക്കെ സമയം വേറെ രീതിയിലായിരിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
കൂടുതൽ തിയോളജിയൻസും പറയുന്നത് നമ്മുടെ ടൈം ഫ്രെയിം തന്നെയാണ് അവരുടെയും ടൈം ഫ്രെയിം എന്നുള്ളതിലാണ് ഭൂരിപക്ഷം പേരും യോജിക്കുന്നത്. അല്ലാതെന്ന് പറയുന്നവരുമുണ്ട് വേറൊരു ടൈം ഫ്രെയിം കുറച്ചുകൂടെ നമ്മളെക്കാളും ഹയർ ലെവലിലുള്ള ഒരു ടൈം ഫ്രെയിമിലായിരിക്കും അവർ ജീവിക്കുന്നത് പറയുന്നവരുണ്ട്. പക്ഷേ ദൈവം ഇൻ ദ ബിഗിനിങ്ങിൽ, ആ ഇൻ ദ ബിഗിനിങ് എന്നുള്ള വാക്കിൽ എല്ലാവരുടെയും സൃഷ്ടി ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ എല്ലാ സൃഷ്ടിയും, അതായത് ദൂതന്മാരും എല്ലാം ഇൻ ദ ബിഗിനിങ്, ഗോഡ് ക്രിയേറ്റിംഗ് ദ ഹെവൻസിന് മുമ്പ് ഇൻ ദ ബിഗിനിങ്ങിൽ എല്ലാം ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ദ ഹോൾ സൃഷ്ടി അതിൽ ചെയ്യുന്നുള്ളതാണ്. അടുത്ത ക്ലാസ്സിലാണ് അത് കൂടുതൽ വരുന്നത്, ഞാൻ വരുന്നുണ്ടാവും. സോ അത് വളരെ ഫാസിനേറ്റിംഗ് ആയിരുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഞാൻ ഇതിലേക്ക് വന്നില്ല. ദൈവം സൃഷ്ടിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ മനോഹാരിത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്താ പറയുക, നമ്മൾ മഹിമയെന്നോ നമ്മുടെ അവൻ്റെ ശക്തിയെന്നോ മഹാശക്തിയെന്നോ ഒക്കെ നമ്മൾ പറയാൻ കഴിയുന്നത്, ഈ ദൈവം ഇതിനെല്ലാം ഉണ്ടാക്കിയപ്പോൾ ഹി വാസ് എവേ ഫ്രം ദ ടൈം, അല്ലേ? ആ എവേ ഫ്രം ദ ടൈമിൽ ഇരുന്നിട്ട് ദൈവം ഈ സമയത്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഇതിനെല്ലാം പിടിച്ച് ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഇട്ടു. ഓക്കെ, ഇതിനെല്ലാം പിടിച്ച് അതിനോട് ഇട്ടു. ദൂതന്മാരെ ഇട്ടു, മനുഷ്യരെ ഇട്ടു, സൂര്യനെ, ചന്ദ്രനെ, ഇതെല്ലാം ഇട്ട് ഇങ്ങനെ ഓരോ സമയത്തായിട്ട് ഇട്ടിട്ട് അവസാനം ദൈവം നിശ്ചയിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് യേശു ക്രിസ്തു ഒരു പോയിന്റിൽ അതിൻ്റെ അകത്തേക്ക്, നമ്മുടെ സമയത്തിനകത്തേക്ക് കയറി വന്നത്. ഈ ഹോൾ സമയം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമായിരുന്നു. എപ്പോൾ? എറ്റേണൽ ഡിസിഷനാണ് ദൈവത്തിൻ്റെ ആ സൃഷ്ടി. ദൈവം എന്ത് തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് എറ്റേണലി നിത്യതയിലെ ദൈവം തീരുമാനിച്ചു ദ ഹോൾ ഈ ഒരു സമയത്തിൻ്റെ ക്യാപ്സൂളിനെ ഉണ്ടാക്കണം, ഇതിൻ്റെ അകത്തേക്ക് മനുഷ്യരെ കൊണ്ടുവിടണം, ഇവരെല്ലാം കൊണ്ടുവിടണം, ഫൈനലി ഞാനും ഇതിൻ്റെ അകത്തുനിന്ന് കയറി ടേസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ദൈവത്തിന്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഇൻഫിനിറ്റ് ടൈമിൻ്റെ ടൈം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, അതിൻ്റെ അകത്ത് ദിസ് ടൈം ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. തിയോളജീസിന്, ഫിലോസഫേഴ്സിന് ഇത് ഭയങ്കര ഒരു ഇതുവരെ സോൾവ് ചെയ്യാത്തൊരു ഇഷ്യൂ ആണിത്. ഇതെങ്ങനെയാണ് ഈ ടൈംലെസ് ഗോഡ് ആൻഡ് ഹി ഇൻവെൻറ്റഡ് ടൈം, സമയത്തെ ഉണ്ടാക്കി, എന്നിട്ട് ഈ സമയത്തിൻ്റെ അകത്തേക്ക് ഹൗ ഹി എൻറ്റേർഡ്, എങ്ങനെ ഇതിനകത്തേക്ക് കയറി എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ ആ മഹത്വവും ദൈവത്തിൻ്റെ ശക്തിയൊക്കെ അപ്പോഴും നമുക്ക് വേറൊരു ഡയമെൻഷനിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ മിക്കവാറും അവരും ഈ ടൈം ഫ്രെയിമിൻ്റെ അകത്തായിരിക്കാം, പക്ഷേ അത് നമുക്കൊരു ഡോഗ്മാറ്റിക് അല്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട് പറയാൻ പറ്റുകയില്ല എന്നാണ്. ഓക്കെ, നമുക്കിന്ന് നിർത്താം. താങ്ക് യു.